السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. عباد الله أوصيكم بتقوى الله. ചുറ്റുപാടുകളിൽ ഏതാനും ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ വ്യാകുലപ്പെടുത്തുന്നതും പ്രയാസപ്പെടുത്തുന്നതുമൊക്കെയാണ്. ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം ചുറ്റുപാടുകളിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളേണ്ടവനാണ്. തന്റെ മേൽ തന്നെ വന്നു ഭവിച്ചുകൊള്ളണമെന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദൃഷ്ടാന്തങ്ങൾ, അടയാളങ്ങൾ, പരീക്ഷണങ്ങൾ നാടുകളിൽ അവ പുലർന്നു കാണുമ്പോൾ അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രയാസത്തിൽ അകപ്പെടുത്തിയിട്ടുള്ള ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ദുആ ചെയ്യുകയും അതോടൊപ്പം തന്നെ അവനവന്റെ കാര്യത്തിൽ അല്ലാഹു ആഫിയത്ത് നൽകിയതിന് ശുക്ർ ചെയ്യുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങളെയും ശിക്ഷകളെയും ഭയപ്പെടുകയും ചെയ്യുന്നവനായിരിക്കും. ഇത് ഈ ദിവസങ്ങളിൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എല്ലാവരും ദുആ ചെയ്യുന്നത് ആഫിയത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു സൗഖ്യം, സമാധാനം അത് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. മഴ തുടങ്ങുന്നതിന് മുൻപായി അല്ലെങ്കിൽ അത് ആരംഭിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അതിനെ സംബന്ധിച്ച് ഉണർത്തിയ ആ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ, ഹദീസുകളിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങൾ ഉണർത്തുകയുണ്ടായി. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ മഴയില്ലാത്ത സന്ദർഭത്തിൽ വരൾച്ച ബാധിച്ചിരിക്കുന്ന പ്രയാസത്തിൽപ്പെട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന വേവലാതികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞ സന്ദർഭത്തെ സംബന്ധിച്ച് റിവായത്ത് ചെയ്യുന്നത് ആ ഖുത്ബയിൽ നമ്മൾ ഉദ്ധരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്തു. മഴ വർഷിപ്പിക്കാൻ വേണ്ടി അല്ലാഹുവിനോട്. അന്ന് ആ വെള്ളിയാഴ്ച മഴ വർഷിക്കുകയും അടുത്ത ഒരാഴ്ച വരെ സൂര്യനെ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. മദീന മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞു.
എന്നിട്ട് പിന്നീട് അതുകൊണ്ടുണ്ടായിരിക്കുന്ന പ്രയാസങ്ങൾ, നാശനഷ്ടങ്ങൾ അത് പറയാൻ തൊട്ടടുത്ത ആഴ്ച അതേ വ്യക്തി തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നപ്പോൾ മനുഷ്യന്റെ അവസ്ഥ ആലോചിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്തു. അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന. അല്ലാഹുവേ, ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ ഞങ്ങളുടെ മേൽ അല്ല, ജനങ്ങൾ താമസിക്കുന്ന താമസയിടങ്ങളിലല്ല, നേരെ മറിച്ച് അലൽ ആകാം വൽ ജിബാൽ, പർവ്വതങ്ങൾക്കുമേൽ, ചെറിയ കുന്നുകൾക്കുമേൽ, അതുപോലെ തന്നെ ജനങ്ങൾ താമസിക്കാത്ത, ജനങ്ങൾ താമസമില്ലാത്ത വൽ ആജാമി വൽ നിറാബ്, ആജാമുകളും നിറാബുകളും. ആജാമുകൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ കൊട്ടാര സമാനമായ, അവിടെ ഇനി എത്ര തന്നെ വെള്ളം വീണാലും അതിനൊന്നും സംഭവിക്കാനില്ല. കൊട്ടാര സമാനമായ പാർപ്പിടങ്ങളുണ്ടോ ആ ഭാഗത്തേക്ക്, അല്ലെങ്കിൽ വൽ നിറാബ് കുന്നിൻ പ്രദേശങ്ങളിലേക്ക്, വലൗദിയ ജനതാമസമില്ലാത്ത താഴ്വാരങ്ങളിലേക്ക്, വമനാബിത്ത് ഷജർ ചെടികൾ വളരുന്ന ഇടങ്ങളിലേക്ക്. അങ്ങനെ മറ്റു നിലക്കും ഉപകാരമുണ്ടാകണം, നമ്മുടെ മേൽ ഉപദ്രവം ഉണ്ടാവുകയും ചെയ്യരുത്. ആ രൂപത്തിൽ അതിനെ തിരിച്ചുവിടണമേ റബ്ബേ എന്ന് ദുആ ചെയ്തു. അതോടുകൂടി വെളുത്തിട്ട് സൂര്യനെ കണ്ടുകൊണ്ടാണ് ആ ജുമഅക്ക് അവരവിടെ നിന്ന് പിരിഞ്ഞത്. ഇത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്നത് കാണാം. നമുക്ക് ദുആ ചെയ്യാനുള്ളത്, അങ്ങനെ ഒന്ന് നമുക്കൊരു പ്രയാസകരമാകുന്ന വിധം മഴ വർഷിക്കുന്നത്, അതുപോലെ തന്നെ കാറ്റ് നമുക്ക് പ്രയാസമുണ്ടാക്കുന്നുണ്ടെങ്കിൽ, പ്രളയം നമുക്ക് പ്രയാസമുണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഇതിനെല്ലാം തന്നെ നമുക്ക് ദുആ ചെയ്യാനുള്ളത് അല്ലാഹുവിനോടും മാത്രമാണ്. ആരാണോ അത് നമുക്ക് നൽകിയത് അവൻ തന്നെയാണ് നമുക്കതിൽ പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ളത്. ഇത് ജീവിതത്തിൽ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല, ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ പ്രയാസമനുഭവിക്കുന്ന അവർക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവിനോട് കൈകൾ ഉയർത്തിക്കൊണ്ട്, കൈകൾ കക്ഷം കാണുന്ന വിധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദുആ ചെയ്യാം. എല്ലാവരും കൈകൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹുമ്മ അലൽ ജിബാലി വൽ ആകാം വൽ നിറാബി വൽ ഔദിയ, اللهم على الجبال والآكام والنراب والأودية ومنابت الشجر اللهم حوالينا ولا علينا. ദിവസത്തിൽ ഓരോ തവണയും ഇതുപോലെ, ഇത് എന്നല്ല, ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാനുള്ള എല്ലാത്തരം പ്രയാസങ്ങളും അതിൽ നിന്നെല്ലാം നമുക്ക് ആശ്വാസം നൽകേണ്ടത് റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെയാണ്. ജീവിതത്തിലെ ഓരോ രാവിലെയും വൈകുന്നേരവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ദുആയുണ്ട്. നമുക്ക് ഈ പ്രയാസങ്ങളൊന്നും ബാധിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഇത്തരം പ്രയാസങ്ങൾ വന്നു ഭവിച്ചാൽ പോലും അതുപോലും ഖൈറായി തീരാൻ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എന്തു തന്നെ വന്നാലും അവന് ഖൈറാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, ദുരിതമെന്ന് പറയാൻ അവനില്ല. പ്രയാസമനുഭവിക്കുന്ന സന്ദർഭത്തിലും അവനത് ഖൈറായിരിക്കും. ഇൻ അസാബത്തുഹു സറാഉ ശക്കർ, സന്തോഷമാണ് അവന് ലഭിക്കുന്നതെങ്കിൽ അല്ലാഹുവിനോട് അവൻ നന്ദി കാണിക്കും. ഫകാന ഖൈറല്ല, അതവന് ഖൈറാണ് ആത്യന്തികമായി, നന്മയാണ് ആത്യന്തികമായി. ഈ ദുനിയാവിലും പരലോകത്തും അവന് നന്മയാണ്. വൈന അസാബത്തുഹു ദറാഉ സബർ ഫകാന ഖൈറല്ല, ഇനി അല്ല, പ്രയാസപ്പെടുത്തുന്ന, തന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തുന്ന, തന്റെ പരിചാരങ്ങളെ നഷ്ടപ്പെടുത്തുന്ന, വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെടുത്തുന്ന, വീടുകൾ നഷ്ടപ്പെടുത്തുന്ന, അങ്ങനെ എന്ത് തന്നെ പ്രയാസം വന്നാലും, ഏത് തന്നെ ദുരിതം പേരേണ്ടി വന്നാലും സബർ,
അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ക്ഷമിക്കാൻ അവന് സാധിക്കും. ഫകാന ഖൈറല്ല, ആത്യന്തികമായി അതും അവന് ഖൈറായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും എന്നും ദുആ ചെയ്തിരുന്ന ദുആ, അത് നമുക്ക് ഈ ആശ്വാസം നൽകുന്ന ദുആയാണ്. അല്പം ദീർഘമാണ് ദുആ, എന്നാൽ ജീവിതത്തിൽ എല്ലാ രാവിലെയും വൈകുന്നേരവും തുടർച്ചയായി ചെയ്യുന്ന ഒരാൾക്ക് അത് അയത്ന ലളിതമാണ്, വളരെ എളുപ്പമാണ് അവന്റെ നാവുകളിൽ. അത് ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ, ഇബ്നു മാജ അദ്ദേഹത്തിന്റെ സുനനിൽ, അതുപോലെ തന്നെ മറ്റു പലരും റിവായത്ത് ചെയ്തിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമയിൽ നിന്നുള്ള ഹദീസാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ആ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ തുടക്കത്തിൽ പറയുന്നത്, ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഉ ഹൗലാഇൽ കലിമാത്ത് റസൂലുള്ളാഹി ഹൗലാഇ ദഅവാത്ത് ഹീന യുംസി വഹീന യുസ്ബിഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരം വെളുത്താൽ രാവിലെയാകുമ്പോൾ, അതുപോലെ തന്നെ വൈകുന്നേരമാകുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും ഹത്താ യുഫാരിഖ ദുനിയ എന്ന് മറ്റു റിവായത്തുകൾ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ പറയുന്നത് കാണാം. ഈ ദുനിയാവിൽ നിന്ന് വേർപിരിയുവോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദഅവാത്തുകൾ, ഈ ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാതിരുന്നിട്ടില്ല, എല്ലാ രാവിലെയും വൈകുന്നേരവും. ഏതാണത്? എല്ലാ രാവിലെയും വൈകുന്നേരവും. രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകളെന്ന് പറഞ്ഞാൽ, ദുആകളെന്ന് പറഞ്ഞാൽ അത് ഓരോന്നും മുത്തുമണികളെക്കാൾ, സ്വദഫുകളെക്കാൾ വിലപ്പെട്ടതാണ്. മുത്തുമണികളെക്കാൾ വിലപ്പെട്ടതാണ്. അതിന്റെ പ്രാധാന്യം, അതിന്റെ ഗൗരവം നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഉസ്താദായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലയിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാം. വാബിലു സയ്യിബിൽ അദ്ദേഹം പറയുന്നു, വഹദർതു ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മറത്തൻ, ഒരിക്കൽ ഞാൻ ശൈഖുൽ ഇസ്ലാമിന്റെ അടുക്കൽ ചെന്നു. സല്ലൽ ഫജ്ർ സുമ്മ ജലസ്, അദ്ദേഹം സുബ്ഹി നമസ്കരിച്ചു, എന്നിട്ടിരുന്നു. യസ്കുറുല്ലാഹ തആല ഇലാ ഖരീബിൻ മിൻ ഇൻതിസാഫിൻ നഹാർ, നേരമേതാണ്ട് ഒരു ഉച്ചയുടെ പകുതി വരെ, അഥവാ സൂര്യൻ ഉദിച്ച് നന്നായി ചൂടാകുന്നത് വരെ അത്രയും നേരം ഇരുന്ന് ഒരിക്കൽ അദ്ദേഹം ദിക്ർ ചൊല്ലുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്. സുമ്മൽ തഫത്ത ഇലൈ, അങ്ങനെ അദ്ദേഹം പിന്നീട് എന്നിലേക്ക് തിരിഞ്ഞിരുന്നു, എന്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, വഖാല ഹാദിഹി ഗദ്വത്തി, ഇതാണ് എന്റെ ഗദ്വത്ത്, എന്റെ ഭക്ഷണം, എന്റെ ഉച്ചഭക്ഷണമാണിത്, ഗദ്വത്താണിത്, അല്ലെങ്കിൽ എന്റെ പ്രാതലാണിത്, രാവിലെ എനിക്ക് കഴിക്കാനുള്ള പ്രാതലാണ്, ഗദ്വത്താണിത്. വലൗലം അതഗദ്ദൽ ഗദാ സഖതത് ഖുവ്വതി, ഞാൻ രാവിലെ എന്റെ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ എന്റെ ബലമെല്ലാം നശിച്ചു പോകും, എന്റെ ബലമെല്ലാം ചോർന്നു പോകും. എന്റെ ഖുവ്വത്ത്, എന്റെ ബലം, എന്റെ ഭക്ഷണം ഈ ദിക്റുകളിലാണ്, ഈ ദുആകളിലാണ് എന്നാണ് ശൈഖുൽ ഇസ്ലാം പറയാറുണ്ടായിരുന്നത്. അദ്ദേഹം പറയുമായിരുന്നു, അൽദിക്റു ലിൽ ഖൽബി മിസ്ലൽ മാ, ദിക്ർ എന്ന് പറയുന്നത് ഹൃദയത്തിന് വെള്ളത്തെപ്പോലെയാണ്. ആർക്ക്? മിസ്ലൽ മാഇ ലിസ്സമക്, മത്സ്യത്തിന് വെള്ളം എന്നതുപോലെയാണ് നമ്മുടെ ഹൃദയങ്ങൾക്ക് ദിക്ർ. ഫകൈഫ യകൂനു ഹാലു സമക് ഇദാ ഫാറഖൽ മാ, വെള്ളത്തിൽ നിന്നെടുത്ത് പുറത്തിട്ടാൽ, വെള്ളത്തിൽ നിന്ന് മാറി നിന്നാൽ എന്തായിരിക്കും ഒരു മത്സ്യത്തിന്റെ അവസ്ഥ എന്നതുപോലെയാണ് എന്റെ ഹൃദയത്തിന്റെ ദിക്ർ. അത് വേർപ്പെട്ടാൽ പിന്നെ അതിന് ജീവനില്ല. അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ ഈ സ്ഥാനത്താണ് അവർ കണ്ടിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ അവസാനം വരെ ഈ ദിക്ർ അല്ലെങ്കിൽ ഈ ദുആ രാവിലെയും വൈകുന്നേരവും പറയുന്നത് വെടിഞ്ഞിരുന്നില്ല എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ പറഞ്ഞത്. ഏതാണ് ആ ദുആ? اللهم إني أسألك العافية في الدنيا والآخرة اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي اللهم استر عوراتي وآمن روعاتي اللهم احفظني من بين يدي ومن خلفي
വഅൻ യമീനി വഅൻ ശിമാലി വമിൻ ഫൗഖി വഅഊദു ബിഅളമതിക അൻ ഉഖ്താല മിൻ തഹ്തി. ഈ ദുആ ജീവിതത്തിൽ ഒരു മനുഷ്യന് ആവശ്യമുള്ള സർവമാന സൗഖ്യങ്ങളും ആശ്വാസങ്ങളും ചോദിക്കുന്ന ദുആയാണ്. എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ഇതിന്റെ ഓരോ ലഫ്ളും ബിലഫ്ളും ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ഞാൻ നിങ്ങൾക്കതിന്റെ മഅന പറഞ്ഞു തരാം. ശ്രദ്ധാപൂർവം നിങ്ങളുടെ കാതുകൾ കൂർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയം സന്നിഹിതരായിക്കൊണ്ടത് കേട്ടിരിക്കുവിൻ. ഇതിലാദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ചോദിക്കുന്നത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൽ ആഫിയ, ആഫിയത്ത്, ഫിദ്ദുനിയ വൽ ആഖിറ, ഈ ദുനിയാവിലും പരലോകത്തും ആഫിയത്ത് ചോദിക്കുന്നു എന്നാണ്. ഈ ദുനിയാവിലും പരലോകത്തും ആഫിയത്ത് ഒരാൾക്ക് കിട്ടിയാൽ ജീവിതത്തിലുള്ള എല്ലാ ഖൈറും അവന് കിട്ടിക്കഴിഞ്ഞു. ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അമ്മു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നത് കാണാം. ഒരിക്കൽ അദ്ദേഹം വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചു, അല്ലിംനി ഷൈഅൻ അസ്അലുഹു അല്ലാഹ അസ്സ വജൽ, നബിയേ അല്ലാഹുവോട് ചോദിക്കാൻ എനിക്കൊരു കാര്യം പഠിപ്പിച്ചുതാ. ഖാല സലില്ലാഹൽ ആഫിയ. റസൂലുള്ളാഹ് തന്റെ അമ്മായ പിതൃവ്യനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്തത്, താൻ നന്നായി സ്നേഹിക്കുന്ന പിതൃവ്യന് പഠിപ്പിച്ചു കൊടുത്തത്, സലില്ലാഹൽ ആഫിയ, അല്ലാഹുവിനോട് ആഫിയത്ത് ചോദിക്കുമെന്നാണ്. ഫമക്കസ്തു അയ്യാമൻ, അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അങ്ങനെ കുറച്ചുനാൾ ഞാൻ അങ്ങനെ കഴിഞ്ഞുപോയി. സുമ്മ ജിഅത്, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നു. ഫഖുൽതു യാ റസൂലല്ലാഹ് അല്ലിംനി ഷൈഅൻ അസ്അലുഹുല്ലാഹ്, ഇനി എനിക്ക് മറ്റൊരു കാര്യം പഠിപ്പിച്ചതാ, അല്ലാഹുവോട് ചോദിക്കാൻ. ഫഖാല ലി, അപ്പോൾ വീണ്ടും റസൂലുള്ളാഹി പറഞ്ഞു, യാ അബ്ബാസ്, യാ അമ്മ റസൂലില്ലാഹ്, അല്ലയോ അബ്ബാസ്, റസൂലുള്ളാഹിന്റെ അമ്മായ അബ്ബാസ്, സലുല്ലാഹൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ, ഈ ദുനിയാവിലും പരലോകത്തും ആഫിയത്ത് അല്ലാഹുവിനോട് ചോദിക്കുവിൻ. ദുനിയാവിലും പരലോകത്തും ആഫിയത്ത് കിട്ടണം, അതാണ് അല്ലാഹുവോട് ചോദിക്കേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന ദുആ ഇതാണ്. തന്റെ പിതൃവ്യനായ അബ്ബാസ്, തന്റെ സ്നേഹിതനായ അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്ന റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നു, സലുല്ലാഹൽ അഫ്വ വൽ ആഫിയ, അല്ലാഹുവിനോട് അഫ്വും ആഫിയത്തും ചോദിക്കുവിൻ. ഫഇന്ന അഹദൻ ലം യുഅത ബഅദൽ യഖീൻ ഖൈറൻ മിനൽ ആഫിയ, അല്ലാഹുവിലുള്ള ഈമാനിൽ ഒരുത്തന് യഖീൻ കിട്ടിക്കഴിഞ്ഞാൽ, ഒരുത്തൻ ഈമാനുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആഫിയത്ത് പോലെ മറ്റൊന്ന് ജീവിതത്തിൽ അവന് ലഭിക്കാനില്ല. അതുകൊണ്ട് ഈമാനിന് ശേഷം ആഫിയത്ത് ചോദിക്കും നിങ്ങൾ റബ്ബിനോട്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? എന്താണ് ആഫിയത്ത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ. വീണ്ടും പറയുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫി ദീനി വദുനിയായ വഅഹ്ലി വമാലി. ഓരോന്നിനും എടുത്തു പറയുന്നു. അഫ്വും ആഫിയത്തും എനിക്ക് നീ നൽകണം റബ്ബേ, ഈ ദുനിയാവിലും പരലോകത്തും, എന്റെ ദീനിന്റെ കാര്യത്തിൽ, എന്റെ ദുനിയാവിന്റെ കാര്യത്തിൽ, എന്റെ അഹ്ലിന്റെ കാര്യത്തിൽ, എന്റെ സമ്പത്തിന്റെ കാര്യത്തിൽ, എല്ലാറ്റിലും നീ എനിക്ക് അഫ്വും ആഫിയത്തും നൽകണം. എന്താണ് അഫ്വ്? ശുറാഹുകൾ പറഞ്ഞു, മഹ്വുദ്ദുനൂബി വസിത്റുഹാ. അഫ്വ് എന്ന് പറഞ്ഞാൽ തെറ്റുകുറ്റങ്ങളെല്ലാം മറച്ചു പിടിക്കുകയും പുറത്തു തരികയും ചെയ്യണം റബ്ബേ. എന്റെ അടുക്കൽ ഒരുപാട് കുറ്റങ്ങളുണ്ട്. രാത്രികളിൽ ഞാൻ ചെയ്തു പോയിട്ടുള്ള കുറ്റങ്ങൾ നേരം വെളുക്കുമ്പോൾ അല്ലാഹുവിനോട് അഫ്വും ആഫിയത്തും ചോദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമുർ റഹീമീൻ അവന്റെ കൈകൾ പകൽ വിരിച്ചു വെക്കുന്നു. രാത്രിയിൽ തെറ്റ് ചെയ്തിട്ടുള്ളവൻ അവനോട് പൊറുക്കലിനെ ചോദിച്ചാൽ കൊടുക്കാൻ വേണ്ടി. രാത്രിയിൽ അവന്റെ കൈകൾ അവൻ വിരിച്ചു വെക്കുന്നു. പകലിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുള്ളവൻ അവനോട് പൊറുക്കലിനെ ചോദിച്ചാൽ അത് കൊടുക്കാൻ വേണ്ടി.
ഇതാ നേരം വെളുക്കുമ്പോൾ ഒരു അടിമക്ക് ചോദിക്കാനുള്ളത് അതാണ്, അല്ലാഹുവേ അഫുവാക്കിത്തരണേ, മാപ്പാക്കിത്തരണേ, മായ്ച്ചു കളയണേ, പുറത്തു തരണേ, മറച്ചു പിടിക്കണേ എന്റെ പാപങ്ങളെല്ലാം. ആഫിയത്തോ, ആഫിയത്തെന്ന് പറഞ്ഞാൽ അല്ലാഹു നൽകുന്ന തഅമീനാണ്, ഗ്യാരണ്ടിയാണ്. അല്ലാഹു നൽകുന്ന തഅമീൻ മിൻ കുല്ലി നിഖ്മത്തിൻ വ മിഹ്ന, എല്ലാത്തരം ശിക്ഷകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നൽകുന്ന തഅമീനാണ്, നിർഭയത്വമാണ് ആഫിയത്ത്. ഒറ്റ വാക്കിൽ നമുക്ക് മലയാളത്തിലൊരു വാക്ക് പറയാനില്ല. നമ്മൾ പലപ്പോഴും ആഫിയത്തിനെ ആഫിയത്ത് എന്ന് പറയും, അല്ലെങ്കിൽ സൗഖ്യമെന്ന് പറയും. എത്രത്തോളം ആ വാക്കുൾക്കൊള്ളുമെന്നറിയില്ല. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു നൽകുന്ന തഅമീനാണ്, ഗ്യാരണ്ടിയാണ്. അല്ലാഹു നൽകുന്ന ഗ്യാരണ്ടി, അല്ലാഹു നൽകുന്ന തഅമീൻ, ഇൻഷുറൻസ് അല്ലാഹു നൽകിയിരിക്കുന്നു. അല്ലാഹുവിന്റെ നിഖ്മത്തിൽ നിന്ന്, അല്ലാഹ് പ്രതികാര നടപടിയെടുക്കുന്നതിൽ നിന്ന്, അല്ലാഹുവിന്റെ മെഹനത്തിൽ നിന്ന് നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്കല്ല ഈ ദുനിയാവിൽ വെച്ച് പ്രതികാര നടപടിയെടുത്താൽ ഒരു ജീവജാലം ഇവിടെ ബാക്കിയുണ്ടാവില്ല. ഒരിറ്റു വെള്ളം നമ്മൾ കുടിക്കാൻ യോഗ്യരാവില്ല. ആ നിഖ്മത്തുകളിൽ നിന്ന് ആഫിയത്ത് തരണേ, മെഹനത്തുകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന്. ബിസർഫി സ്സൂഇ അൻ വവിഖായതിഹി മിനൽ ബലായ, എല്ലാ പ്രയാസങ്ങളും അവനിൽ നിന്ന് തിരിച്ചുവിടുകയും എല്ലാ ബലായകളും പരീക്ഷണങ്ങളിൽ നിന്നും അവനെ കാത്തുരക്ഷിക്കുകയും ചെയ്യുക. വല്ലസ്കാം, രോഗങ്ങളിൽ നിന്ന്, മാറാവ്യാധികളിൽ നിന്ന്, അതിൽ നിന്നുള്ള സുരക്ഷ. വഹിഫുളിഹി മിനശ് ശുറൂരി വൽ ആസാം, തെറ്റുകുറ്റങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്നുള്ള സുരക്ഷ. ഇതെല്ലാം എല്ലാ സുരക്ഷിതത്വത്തിനും പറയുന്ന ഒറ്റ വാക്കാണ് ആഫിയത്ത്. അത് ഫിദ്ദുനിയ വല്ലാഖിറ, ഫിദ്ദീനി വദ്ദുനിയ വല്ലഹ്ലി വൽമാൽ, ദുനിയാവിലും പരലോകത്തും. പിന്നീട് ഓരോന്നും എടുത്തു പറഞ്ഞു. ഫിദ്ദീൻ, ആദ്യം ദീനിലുള്ള ആഫിയത്ത്, ദീനിലെ ആഫിയത്ത് കിട്ടണം. ദീനിലെ ആഫിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീനിന് പ്രയാസമുണ്ടാക്കുന്ന അള്ളാനെ കണ്ടുമുട്ടേണ്ടത് നമുക്ക് ഈ ദീനുമായിട്ടാണ്. മാ നദീനുല്ലാഹ ബി, അള്ളാഹ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുള്ള ഇബാദത്തുകൾ, അത് കുറ്റമില്ലാത്ത, പ്രയാസമില്ലാത്ത, കേടുപാടുകളില്ലാത്ത, കുഫറിന്റെ ശിർക്കിന്റെ കേടുപാടുകളില്ലാത്ത, ബിദ്അത്തിന്റെ കേടുപാടുകളില്ലാത്ത ദീനുമായിട്ടായിരിക്കണം റബ്ബേ നിന്നെ എനിക്ക് കണ്ടുമുട്ടേണ്ടത്. എന്റെ ദീനിൽ നീ എനിക്ക് ആഫിയത്ത് തരണം. ദീനായി ഞാൻ അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ അറിവോടുകൂടി, ഇൽമോടുകൂടി അനുഷ്ഠിക്കാൻ, നിനക്ക് വേണ്ടി മാത്രമായി ചെയ്യാൻ, ഇഖ്ലാസോടുകൂടി അനുഷ്ഠിക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന രൂപത്തിൽ തന്നെ ചെയ്യാൻ. ഇതൊക്കെ ചോദിക്കുന്ന ഒറ്റ വാക്കാണ് ആഫിയ ഫിദ്ദീൻ, ദീനിലെ ആഫിയത്ത്. ശിർക്ക് കലരാതെ, ബിദ്അത്ത് കലരാതെ, അല്ലാഹനെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ത്യാഗം ചെയ്തിട്ടുള്ള ഇബാദത്തുകൾ മീസാനുൽ ഹസനാത്തിൽ, നന്മയുടെ ത്രാസിൽ തന്നെ യാതൊരു കേടുപാടും കൂടാതെ പൂർണ്ണമായി പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിൽ കാണണം. ഫിദ്ദീൻ, ദീനിലെ ആഫിയത്ത് കിട്ടിയാലാണ് അതുണ്ടാകുക. നേരം വെളുത്താൽ ഇത് ചോദിക്കണം അല്ലാഹുവോട്. ഫിദ്ദീൻ വദ്ദുനിയ, രണ്ടാമത്തേത് ദുനിയാവിലുള്ള ആഫിയത്ത്. ദുനിയാവിലുള്ള ആഫിയത്ത്, ദുനിയാവിൽ നമുക്ക് വരാനിരിക്കുന്ന പ്രയാസങ്ങളെല്ലാം മാറ്റിക്കൊണ്ട്, ദുനിയാവിൽ നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളിൽ ഹറാമുകൾ കലരാതെ, ദുനിയാവിൽ നമ്മൾ ഇടപെടുന്ന ഇടപാടുകളിൽ പ്രയാസങ്ങൾ നമ്മളെ ബാധിക്കാതെ, യാതൊരു തരത്തിലുള്ള പരീക്ഷണങ്ങളോ ബുദ്ധിമുട്ടുകളോ നേരത്തെ പറഞ്ഞതുപോലുള്ള നിഖ്മത്തുകളോ മെഹനത്തുകളോ ബാധിക്കാതെ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പരീക്ഷണങ്ങൾ ബാധിക്കാതെ ആഫിയത്ത് കിട്ടണം. ഫിദ്ദുനിയ, അതാണ് നമുക്കിന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ വ്യാകുലപ്പെടുത്തുന്ന, ഉറക്കം കെടുത്തുന്ന കാര്യം. ഇത് ജീവിതത്തിൽ എല്ലാ രാവിലെയും വൈകുന്നേരവും ചോദിക്കേണ്ടതാണ്. ഫിദ്ദുനിയ, ദുനിയാവിൽ ആഫിയത്ത് കിട്ടണം. വഫിൽ ആഖിറ, പരലോകത്ത്, ഫിദ്ദുനിയ വൽ ആഖിറ, പരലോകത്തെ ആഫിയത്ത് കിട്ടണം. പരലോകത്തെ ആഫിയത്ത് മരണസന്ദർഭം മുതൽക്ക് മരിക്കാൻ കിടക്കുന്ന സമയത്തെ ആഫിയത്ത് വേണം. മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാൻ, ഖബറിൽ അവിടെ വരുന്ന പ്രയാസങ്ങൾ, അവിടെ വരുന്ന ശിക്ഷകൾ, അവിടെ ഉള്ള ആ ഭീകരമായ അവസ്ഥയിൽ ആഫിയത്ത് കിട്ടണം.
മഹ്ശറിൽ ആഫിയത്ത് കിട്ടണം. അഹ്വാലി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ ആ ഭീകരമായ അവസ്ഥയിൽ ആഫിയത്ത് കിട്ടണം. അതുപോലെ തന്നെ നമ്മുടെ അഅ്മാലുകൾ തൂക്കപ്പെടുന്ന സന്ദർഭത്തിൽ, വിചാരണ ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ, അങ്ങനെ സ്വർഗത്തിലേക്ക് എത്തുന്നതുവരെ നരകത്തിൽ നിന്ന്, അതിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടണം, ആഫിയത്ത് കിട്ടണം. വഫിൽ ആഖിറ, പരലോകത്തെ ആഫിയത്ത് വേണം. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും ആഫിയത്ത് ചോദിക്കുന്ന ദുആയാണിത്. വലിൽ ഹദീസി ബഖിയ വഅഖൂലു ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه الطيبين الطاهرين وسلم تسليما مزيدا إلى يوم الدين أما بعد فاتقوا الله عباد الله. ഇനി ദുആയിലെ ഓരോ ലഫ്ളും ഈ വാക്ക് വെച്ചിട്ട്, ആഫിയത്ത് എന്നുള്ള അർത്ഥം വെച്ചിട്ട് നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി, മനസ്സിലാക്കി വെച്ചാൽ മതി. ഫീ ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി. എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ, കുടുംബം നഷ്ടപ്പെട്ട എത്ര ആളുകൾ വാർത്തകളായി നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് വായിക്കാൻ അല്ലെങ്കിൽ കേൾക്കാൻ പ്രയാസം തോന്നുന്ന വാർത്തകൾ. അവനവന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ ആഫിയത്ത് അല്ലാഹുവോട് രാവിലെയും വൈകുന്നേരവും ചോദിക്കും. വമാലി, സമ്പത്തിന്റെ കാര്യത്തിൽ കെട്ടിപ്പടുത്ത സമ്പത്തുകളെല്ലാം കണ്ണിന്റെ മുന്നിൽ ഒലിച്ചു പോകുന്നത് കണ്ടു നിൽക്കുന്ന എത്ര ആളുകളാണ് ചുറ്റുപാടിൽ. അല്ലാഹുവോട് ആഫിയത്ത് ചോദിക്ക്, നമുക്കല്ല നൽകിയിരിക്കുന്ന സമ്പത്തിന്റെ കാര്യത്തിൽ. ഫീ ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി. പിന്നീട് അല്ലാഹുവോട് ചോദിക്കുന്നത് അല്ലാഹുമ്മസ്തുർ ഔറാത്തി വ ആമിൻ റൗആത്തി. അല്ലാഹുമ്മസ്തുർ ഔറാത്തി, അല്ലാഹുവേ എന്റെ ഔറത്തുകൾ മറച്ചു പിടിക്കണേ. ഔറത്ത് എന്ന് പറഞ്ഞാൽ നഗ്നത എന്നാണ് വാക്കിന്റെ അർത്ഥം. എനിക്ക് ജനങ്ങളിൽ നിന്നും മറച്ചു പിടിക്കേണ്ട ചിലതുണ്ട്. റബ്ബേ, നീ മറച്ചു പിടിച്ചു തരണം. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, നമ്മൾ ചെയ്തു പോയിട്ടുള്ള, രഹസ്യമായി ചെയ്തു പോയിട്ടുള്ളത്, അതൊക്കെ നമ്മളെ വഷളാക്കുന്നതാണ്. ആ വഷളത്തരങ്ങളിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന് റബ്ബേ ഈ ദുനിയാവിൽ എനിക്ക് സിത്ർ തരണം, പരലോകത്തും നീ എനിക്ക് സിത്ർ തരണം. അതുകൊണ്ട് തന്നെ സിത്ർ എന്നുള്ളത്, ഒരുത്തനൊരു തെറ്റെങ്ങാനും രഹസ്യത്തിൽ ചെയ്തു പോയാൽ പിന്നെ പരസ്യമായിട്ട് വിളിച്ചു പറയാൻ നിൽക്കരുത്. കുംഭസാരം എന്നുള്ളത് ഇസ്ലാമിലില്ല. അല്ലാഹ് മറച്ചു പിടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹുവോട് കരഞ്ഞ് തൗബ ചെയ്ത് മടങ്ങി, അല്ലാഹുവോട് താനുകേട് തൗബ ചെയ്ത് മടങ്ങി. അല്ലാഹ് മറച്ചു പിടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ പരലോകത്തും അല്ലാഹ് മറച്ചു പിടിച്ചു തരും. നേരെ മറിച്ച് രാത്രിയിൽ പാപം ചെയ്യുകയും പകല് വന്നിട്ടത് വിളമ്പുകയും ചെയ്യുന്നവൻ, ജനങ്ങൾ നോക്കി നിൽക്കെ കൺമുന്നിൽ വെച്ച് വ്യഭിചരിക്കുന്ന ആളുകളെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അല്ലാഹ് മറച്ചു പിടിച്ചിട്ടുള്ളത്, അല്ലാഹുവോട് മറച്ചു പിടിച്ചു തരാൻ വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ ഔറാത്തുകളെങ്ങാനും അല്ലാഹ് വെളിപ്പെടുത്തിയാൽ ആർക്കെങ്കിലും മുഖത്തോട് മുഖം നോക്കാൻ പറ്റുമോ? ഇതാണ് ഒരു ഔറാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് നമ്മുടെ ബാഹ്യമായ നഗ്നത തന്നെ, ഔറത്ത് മറക്കുക എന്നുള്ളത്, ഔറത്ത് വെളിവാകാതിരിക്കുക എന്നുള്ളത്, നമ്മുടെ മാന്യത കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്, അത് ബാഹ്യമായ ഔറത്തും ഈ കൂട്ടത്തിൽ പെടുന്നതാണ്. ബാഹ്യമായ ഔറത്ത് എങ്ങനെയാണ് ഈ കൂട്ടത്തിൽ പെടുക? അത്ഭുതം തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് സലഫുകളുടെ ജീവിതത്തിൽ കാണാം. ഒന്ന്, ഒരു സഹാബി വനിതയുടെ ചരിത്രം നിങ്ങൾ നോക്കണം. അതാ ഇബ്നു അബി റബാഹ് പറയുന്നു, ഖാല ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് എന്നോട് പറഞ്ഞു, അലാ ഉരീക ഇംറഅത്തൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗവാസിനിയായ ഒരു പെണ്ണിനെ ഞാൻ താങ്കൾക്ക് കാണിച്ചു തരട്ടെ? ഖുൽതു ബല, ഞാൻ പറഞ്ഞു കാണിച്ചു തന്നാലും. ഖാല ഹാദിഹിൽ മർഅത്തു സൗദാ, ആ കാണുന്ന കറുത്ത പെണ്ണ്. അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ നബിയുടെ അടുക്കൽ വന്നു. ഫഖാലത്ത്, എന്നിട്ട് പറഞ്ഞു, ഇന്നി ഉസ്റ വ ഇന്നി അതകശഫ്, റസൂലേ എനിക്ക് എപ്പിലെപ്സി ബാധിക്കാറുണ്ട്, അങ്ങനെ എനിക്ക് അപസ്മാരം ബാധിച്ച് വീഴുമ്പോൾ എന്റെ നഗ്നത വെളിവാകാറുണ്ട്. ഫദുല്ലാഹ ലി, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം റസൂലേ എന്ന് പറഞ്ഞു. ഖാല ഇൻ ശിഅ്തി സബർതി വലക്കിൽ ജന്ന, റസൂൽ അവരോട് പറഞ്ഞത്, നീ ഉദ്ദേശിക്കുന്നെങ്കിൽ നിനക്ക് ക്ഷമിക്കാം, അതുകൊണ്ട് നിനക്ക് അല്ലാഹ് സ്വർഗ്ഗം തരും. വ ഇൻ ശിഅ്തി ദഅഉതുല്ലാഹ അൻ യുആഫീക്, നീ ഉദ്ദേശിക്കുന്നെങ്കിൽ അല്ലാഹുവോട് നിനക്ക്
അതിൽ നിന്ന് സൗഖ്യം നൽകാൻ അള്ളാഹുവോട് ഞാൻ ദുആ ചെയ്യാം. ഏത് വേണം? ഫഖാലത്ത് അസ്ബിർ. അവർ പറഞ്ഞു, ഞാൻ ക്ഷമിച്ചോളാം, എനിക്ക് സ്വർഗം മതി, ഞാൻ ക്ഷമിച്ചോളാം. ഫഖാലത്ത്, എന്നിട്ട് പറഞ്ഞു, ഇന്നി അത്തകശഫ്. റസൂലേ, ആ സന്ദർഭത്തിൽ എന്റെ നഗ്നത വെളിവാകാറുണ്ട്. ഫദുഉല്ലാഹ ലി അല്ലാ അത്തകശഫ്. എന്റെ നഗ്നത വെളിവാകാതിരിക്കാൻ ദുആ ചെയ്യണം റസൂലേ. ഫദഅലഹ. അങ്ങനെ റസൂലുള്ള അവർക്ക് വേണ്ടി നഗ്നത വെളിവാകാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്തു. ഹദ്ദസനാ മുഹമ്മദ് അഖ്ബറനാ മഖ്ലദ് അൻ ഇബ്നു ജുറൈജ് അഖ്ബറനി അത്താ. ഇമാം ബുഖാരി സനദ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, എന്നിട്ട് അത്താ പറഞ്ഞു, അന്നഹു റഅ ഉമ്മ സുഫർ തിൽക ഇംറഅ. ഉമ്മു സുഫർ, ആ സ്ത്രീ, അവരെ അത്താ കണ്ടു. തവീലത്തൻ സൗദ, നീണ്ട കറുത്ത ആ സ്ത്രീയെ, അല സിത്രിൽ കഅബ. അത്താ ആ സ്ത്രീയെ പിന്നീട് കാണുന്നത്, അവർ ഇങ്ങനെ ഒരവസ്ഥ വരുമ്പോൾ, വീഴാറാകുന്ന അവസ്ഥ വരുമ്പോൾ, കഅബയുടെ ആ വിരിയുണ്ടല്ലോ, അത് വെച്ചിട്ട് അവർ മറച്ചു പിടിക്കുന്നത് കാണാറുണ്ട്. വീഴാൻ പോകുന്ന അവസ്ഥ വന്നാൽ നഗ്നത വെളിവാകാതിരിക്കാൻ അവർക്കല്ലതിങ്ങനെ ഇപ്പൊ വീഴുമെന്നുള്ളത് അല്ല തോന്നിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ അവർ കഅബയുടെ ആ വിരിയൊന്ന് പിടിച്ച് അതുമ്മ പിടിച്ചു നിൽക്കും, നഗ്നത വെളിവാകാതെ. അങ്ങനെ ഔറത്ത് മറച്ചു പിടിക്കുക എന്നുള്ളത്, അങ്ങനെയുള്ള സ്ത്രീകൾ കടന്നുപോയി. ഇന്നത്തെ സ്ത്രീകളുടെ അവസ്ഥ എന്താ? പുരുഷന്മാരുടെ അവസ്ഥ നിങ്ങൾക്കറിയുമോ? അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ, അദ്ദേഹത്തിന് ഖൽഖുൽ ഖുർആന്റെ മിഹ്നത്തിന്റെ സന്ദർഭം, പ്രയാസമനുഭവിക്കുന്ന സന്ദർഭം, അന്നത്തെ ഖലീഫമാർ ബിദ്അത്തുകാരനായ അഹ്മദ് ഇബ്നു അബീ ദുആദിന്റെ വലയിൽപ്പെട്ട് അതിന്റെ പേരിൽ പീഡനം അനുഭവിപ്പിച്ചപ്പോൾ ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മകൻ സ്വാലിഹ് അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാം. അടിക്കാൻ വേണ്ടി ചങ്ങലക്കിട്ടിട്ട് അടിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് അദ്ദേഹത്തെ. ആ സന്ദർഭത്തിൽ അദ്ദേഹം സാധാരണ രീതിയിൽ ഒരു യാത്രക്ക് വേണ്ടിയിട്ട്, ഒരാള് യാത്രക്ക് വേണ്ടിയിട്ട് പുറപ്പെടുമ്പോൾ ഇസാറ് ശരിക്കും മുറുക്കിക്കെട്ടിയിട്ട് ഈ കോന്തലാന്നുള്ളതുണ്ടല്ലോ, അത് ശരിക്കും വലിച്ചു കെട്ടോലോ, അത് അഴിച്ചു വച്ചിരുന്നു. ജയിലിലായ സമയത്ത് അടിക്കാൻ വേണ്ടിയിട്ടതാ വരുന്നു എന്ന് കണ്ടപ്പോ ഒന്നുകൂടി അത് ശരിക്കൊന്ന് മുറുക്കിക്കെട്ടി. എന്തിന്? നഗ്നത വെളിവാകാതിരിക്കാൻ വേണ്ടി എന്നെന്റെ വാപ്പ പറഞ്ഞത് ഞാൻ കേട്ടു. അഹ്മദ് ഇബ്നു ഹംബലിന്റെ അവസ്ഥ, നമ്മുടെ ഔറത്തുകൾ അല്ലാഹ് മറച്ചു പിടിക്കാൻ അല്ലാഹുവോട് ദുആ ചെയ്യണം രാവിലെയും വൈകുന്നേരവും. അല്ലാഹുമ്മ ഉസ്തുർ ഔറാത്തി വആമിൻ റൗആത്തി. എന്റെ റൗആത്തുകളിൽ ഞാൻ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, കലക്കുകൾ, അസ്വസ്ഥതകൾ അല്ലാഹ് റസൂൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ എത്ര വലുതാണ്. അതിന്റെ അർത്ഥറിയണമെങ്കിൽ ഈ സന്ദർഭങ്ങളിൽ നമ്മൾ ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സുകൾക്കില്ലേ റൗആത്ത്, പേടിപ്പിക്കുന്ന അസ്വസ്ഥമാകുന്ന അവസ്ഥ, ആ അസ്വസ്ഥതകൾ, ആ പേടികൾ, അതിൽ നിന്ന് റബ്ബേ ഞങ്ങൾക്ക് നീ നിർഭയത്വം തരണേ. വആമിൻ റൗആത്തി. എന്റെ പേടികൾ, ഞാൻ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ, അതിൽ നിന്ന് എനിക്ക് നീ നിർഭയമായ ഒരു സങ്കേതം നിന്റെ അടുക്കൽ എനിക്ക് നീ തരണ റബ്ബേ. അല്ലാഹുമ്മ ഹ്ഫളനി. അല്ലാഹുവേ, നീ എന്നെ സംരക്ഷിക്കണേ. മിൻ ബൈനി യദൈ. എന്റെ മുൻഭാഗത്ത് നിന്ന് വരുന്ന പ്രയാസങ്ങൾ, അതിൽ നിന്ന് നീ എന്നെ പ്രൊട്ടക്ട് ചെയ്യണം. വമിൻ ഖൽഫി. എന്റെ പിന്നിലൂടെ വരുന്നതിൽ നിന്ന്. വാൻ യമീനി. എന്റെ വലതുഭാഗത്ത് നിന്ന് വരുന്നതിൽ നിന്ന്. വാൻ ഷിമാലി. എന്റെ ഇടതുഭാഗത്ത് നിന്ന് വരുന്നതിൽ നിന്ന്. വമിൻ ഫൗഖി. എന്റെ മുകൾ ഭാഗത്ത് നിന്ന് വരുന്നതിൽ നിന്ന്. വഅഊദു ബിക അൻ വഅഊദു ബിഅളമതിക അൻ ഉഗ്താല മിൻ തഹ്തി. ഇമാം ഖത്താബിയെ പോലെ, ഖസ്തല്ലാനിയെ പോലുള്ള ഇമാമിങ്ങൾ പറഞ്ഞു, 6 ഭാഗവും ഒരു മനുഷ്യന് സംരക്ഷണം വേണ്ട മുഴുവൻ 6 ഭാഗത്തു നിന്നും അവനെ സംരക്ഷിക്കാൻ അല്ലാഹുവോട് ചോദിച്ചു കഴിഞ്ഞു. അല്ലാഹുവിന്റെ ഹിഫ്ള് 6 ഭാഗത്തുകൂടെയും അവന് ലഭിച്ചാൽ പിന്നെന്ത് പേടിക്കാൻ? ഏത് ഭാഗത്തുകൂടിയാണ് അല്ലാഹുവിന്റെ ശിക്ഷ വരുന്നത്? ഈ 6 ഭാഗത്തിന്റെയും അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക് നിങ്ങൾ. ഇതൊക്കെ നമ്മൾ ഈ സന്ദർഭത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ 6ാമത്തേത് പ്രത്യേകം എടുത്തു പറഞ്ഞു, വഅൻ ഉഗ്താല വഅഊദു ബിഅളമതിക. നിന്റെ അളമത്ത് കൊണ്ട് അല്ലാഹുവേ, നിന്റെ മഹത്വം, നിന്റെ വലുപ്പം, അത് മുൻനിർത്തി ഞാൻ നിന്നെ രക്ഷ ചോദിക്കുന്നു. അൻ ഉഗ്താല മിൻ തഹ്തി. അൻ ഉഗ്താല. ഇഗ്താല എന്ന് പറഞ്ഞാൽ, ഉഗ്താല എന്നുള്ളതിന്റെ മജ്ഹൂൽ ഫോമാണ്. ഉഗ്താൽ, ഞാൻ ഇഗ്തിയാൽ ചെയ്യപ്പെടുന്നത്. ഇഗ്തിയാൽ എന്ന് പറഞ്ഞാൽ അറിയാതെ പെട്ടെന്ന്
ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകണേനാ പറയാ. നമ്മൾ ഓർത്തിരിക്കാത്ത സന്ദർഭത്തിൽ വന്നിട്ട് ഒരുത്തൻ നമ്മളെ വെട്ടുക, അല്ലെ കൊന്നുകളയുക, അല്ലെങ്കിൽ അടിച്ചു മാറ്റിക്കൊണ്ടുപോകുക, ഇതിനൊക്കെ പറയും ഇഖ്തിയാലെന്ന്. നമ്മൾ നനച്ചിരിക്കാത്ത സന്ദർഭത്തിൽ പെട്ടെന്ന് താഴ്ഭാഗത്തുകൂടി വരുന്ന ശിക്ഷ അനുഖ്താല മിൻ തഹ്തി. ഇതെത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ? പെട്ടെന്ന് താഴ്ഭാഗത്തുകൂടി ശിക്ഷിക്കപ്പെടുന്നത്. അതിൽ നിന്ന് റബ്ബേ, നിന്റെ അളമത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. വനുഖ്താല മിൻ തഹ്തി. ഈ ദുആ ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ അവസാനം നിങ്ങൾക്ക് തോന്നും, ഓ എന്തൊരു ദീർഘമാണിത്, എങ്ങനെ ഇപ്പൊ ഇത് പഠിക്കുക? അല്ല മോലെ, മലയാളത്തിന്റെ ആശയം പറഞ്ഞാൽ മതിയാകോ? ഇതൊക്കെയാണ് അടുത്ത ചോദ്യം ഉണ്ടാകുക. സങ്കടം തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഒരു മരണ വീട്ടിൽ ചെന്ന സമയത്ത് രണ്ടബദ്ധത്തിലുണ്ട്. ഒന്ന്, എന്റെ ഒരു ബന്ധുവാണ്, അദ്ദേഹം ചോദിച്ചു, ഒന്ന് ആ മൂന്നാമത്തെ തക്ബീറിൽ ചൊല്ലുന്ന ദുആ ഒന്ന് എഴുതി കൊടുക്കാൻ പറ്റുമോ? ഞാൻ എഴുതി കൊടുത്തു. മലയാളത്തിൽ ഒന്ന് എഴുത്തരം വെച്ചു. മലയാളത്തിൽ എഴുതി കൊടുത്തു, വായിച്ചു കൊടുത്തു. രണ്ടാമത് ഞാൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഇതിങ്ങനെ നോക്കിയിട്ട് വായിക്കാൻ പറ്റുമോ? പറ്റൂല, അങ്ങനെ സുന്നത്തില്ല. ഇമാമ് നിൽക്കാനാണ്, ഇമാമ് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ രണ്ടാമത് പറഞ്ഞു കൊടുത്തു, ഇമാമ് നിൽക്കേണ്ടത്, നമുക്കൊരു വലിയ തെറ്റിദ്ധാരണ നാട്ടില് അടിച്ചുറപ്പിച്ചൊരു തെറ്റിദ്ധാരണ ഉണ്ട്, ഒരു വലിയ വിദഗ്ധുണ്ട്. മയ്യത്തിന് ഇമാം നിൽക്കാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ അത് ബന്ധുവിനാണ്. അല്ല, മയ്യത്തിന് ഇമാം നിൽക്കാനുള്ള യോഗ്യത നിസ്കരിക്കാൻ ഇമാമ് നിൽക്കാനുള്ള യോഗ്യത തന്നെയാണ്. നിസ്കരിക്കുമ്പോൾ ആരെ ഇമാം നിൽക്കേണ്ടത്? അഖ്റഉക്കും, നിങ്ങളിൽ ഏറ്റവും നന്നായി ഇൽമുള്ള ഖുർആനെ സംബന്ധിച്ച് വിവരമുള്ള ആളാണ് ഇമാമ് നിൽക്കേണ്ടത്, ബന്ധുക്കളല്ല. ബന്ധുക്കളല്ല, അതൊന്ന്. രണ്ടാമത്തത്, ഈ അറിയാത്ത ആളുകൾ ജാഹിലീങ്ങൾ കയറിയിട്ട് നിന്നിട്ട് അവിടെ പോലും അള്ളാഹിനോട് മഗ്ഫിറത്ത് ചോദിക്കുന്ന സന്ദർഭം പോലും പ്രയാസപ്പെടുത്തി. ഇതെത്ര ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടാകാനാണ് ഒരു മയ്യത്ത് നിസ്കാരം? എത്ര ആളുകൾ മരിക്കുന്നു, എത്ര മയ്യത്ത് നമ്മൾ നിസ്കരിക്കുന്നു അറിയോ? ദുആ ചെയ്യാൻ അറിയില്ല. ഇതാ നമ്മുടെ അവസ്ഥ. രാവിലെ വൈകുന്നേരവും ചെല്ലേണ്ട ദിക്റാണിത്. എല്ലാ പ്രയാസത്തിലും നമുക്ക് ആഫിയത്ത് തരുന്ന ഈ ആഫിയത്തിനെ കുറിച്ച് പറയുന്നിടത്ത് ഖസ്തല്ലാനി റഹ്മഹുള്ള പറയുന്നൊരു വാക്കുണ്ട്. ഖസ്തല്ലാനി റഹ്മഹുള്ള പറയുന്ന വാക്ക് ആഫിയത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ അതിലൊക്കെ പറഞ്ഞ് സൗഖ്യം പ്രയാസങ്ങൾ വരാതിക്കുക എന്നുള്ളതാണ്. അഥവാ വെള്ളം വന്ന് കയറിയ ആഫിയത്ത് പോയി ഇല്ല. വെള്ളം വന്ന് കയറിയാലും എല്ലാം നശിച്ചാലും അല്ലാഹുവിന്റെ ഖളായിൽ തൃപ്തിപ്പെടാനുള്ള മനസ്സുണ്ടല്ലോ, അത് ആഫിയത്തിന്റെ ഭാഗമാണ്. എല്ലാം നശിക്കുന്നത് കണ്ണിന്റെ മുന്നിൽ കണ്ടാലും അള്ളാന്റെ ഖളാ ആണ് എന്ന് കരുതിക്കൊണ്ട് അള്ളാഹ്ക്ക് ഹംദ് ചെയ്യാനും ക്ഷമിക്കാനും കഴിയുന്ന ആ മനസ്സ് കിട്ടുന്നത് ആഫിയത്തിന്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പിടുത്തം വിട്ടില്ലേ, നമ്മുടെ വർത്താനൊക്കെ മാറിയില്ലേ, നമ്മുടെ അവസ്ഥകളൊക്കെ മാറിയില്ലേ? ആ സന്ദർഭത്തിൽ പോലും ആഫിയത്ത് വേണം. ഈ ദുആയുടെ മഹത്വത്ര വലുതാണ്. പഠിക്കും, അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തന്നതുപോലെ അണപ്പൈ തെറ്റാതെ ആ വാക്ക് അങ്ങനെ തന്നെ അക്ഷരം പ്രതി പഠിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. നമ്മൾ മെനക്കെട്ടിട്ട് ദുനിയാവിൽ എന്തൊക്കെ പഠിച്ചു, വേണ്ടാത്തത് എത്ര പഠിച്ചു, എത്ര പാടി നടക്കുന്നു നമ്മൾ. വേണ്ടതൊന്ന് പഠിക്കും. ഇങ്ങനെ പഠിച്ചിട്ട് ഇബാദത്ത് ചെയ്ത് അള്ളാഹിനോട് നമുക്ക് വേറെ ആരോടും നമുക്കൊന്നും പറയാനില്ല, വേറെ ആരും നമ്മളെ കാക്കാനുമില്ല. എന്തൊക്കെ തന്നെ വന്ന് എന്തൊക്കെ സന്നാഹങ്ങൾ ഉണ്ടായാലും കണ്ണിന്റെ മുന്നിൽ അള്ളാഹ് ഒന്ന് വിധിച്ചാൽ അതങ്ങ് നടന്നു പോകുന്നത് നമ്മളിങ്ങനെ കാണുന്നതാണ്. നമുക്ക് ആഫിയത്ത് ചോദിക്കാനുള്ളത് റബ്ബിനോടാണ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫി ദീനിനാ വദുനിയാനാ വഅഹ്ലീനാ വഅംവാലിനാ. اللهم استر عوراتنا وآمن روعاتنا. اللهم احفظنا من بين أيدينا ومن خلفنا وعن أيماننا وعن شمائلنا ومن فوقنا. ونعوذ بعظمتك أن نغتال من تحتنا يا أرحم الراحمين يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. بارك الله لنا ولكم في القرآن الكريم ونفعنا وإياكم بما فيه من الآيات والذكر الحكيم. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. وقوموا إلى صلاتكم يرحمكم الله.